ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ജിപോഡ്. നാളെ നമ്മൾ ഓണം എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് അല്ലേ. ആ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിബ്ലോക്ക് എലമെന്റ്സ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. ഡിബ്ലോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണത് അല്ലേ. അതേപോലെ തന്നെ അവർക്ക് കോംപ്ലക്സുകൾ മേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിൽ ഇത് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷന്റെ 3 സ്റ്റെപ്പുകൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ലാന്തനോയിഡ് കോൺട്രാക്ഷനും അതിന്റെ റീസണും അതിന്റെ കോൺസിക്വൻസും എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് തന്നെയാണ്. അപ്പൊ മക്കളെ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? മക്കൾ അറിയണം, ഡി ബ്ലോക്കിലുള്ള n-1 ഡി ഓർബിറ്റലിൻ്റെയും NS ഓർബിറ്റലിൻ്റെയും എനർജീസ് എന്താണ്? ഇവരുടെ എനർജീസിന്റെ പ്രത്യേകത എന്താ അറിയോ? ഓൾമോസ്റ്റ് സെയിം ആണ്. എക്സാക്ട്ലി സെയിം അല്ല, ഓൾമോസ്റ്റ് സെയിം ആണ്. ഇവരുടെ എനർജീസ് ഓൾമോസ്റ്റ് സെയിം ആ. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് 2 ഓർബിറ്റലിൽ നിന്നും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ ഈ ഡിബ്ലോക്ക് എലമെന്റ്സിന് കഴിയും. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആ പോയിന്റ് ആണ് എഴുതേണ്ടത്. നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റ് എന്താ? ഈ 2 ഓർബിറ്റൽസിന്റെയും എനർജീസ് ഓൾമോസ്റ്റ് സെയിം ആണ് എന്ന പോയിന്റ് ആണ്. റെഡിയാണല്ലോ? അതുണ്ടെങ്കിൽ ആ 1 മാർക്ക് മക്കൾക്ക് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആർക്ക്? ഡി ബ്ലോക്ക് എലമെന്റ്സിന് കോംപ്ലക്സുകൾ മേക്ക് ചെയ്യാനുള്ള ടെൻഡൻസീസ് വളരെ കൂടുതലാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെയൊക്കെ സെൻട്രൽ മെറ്റൽ ആറ്റം ആയിട്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആ വരാറുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിന് ചില റീസൺസ് ഉണ്ട്, മക്കൾ നോട്ട് ചെയ്യണം. ഒന്നാമത്തെ റീസൺ, ഡി ബ്ലോക്ക് എലമെന്റ്സിന് എന്താ ഉള്ളത്? സ്മോൾ സൈസ് ആണുള്ളത്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ സൈസ് എന്താ? സ്മോൾ ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ മക്കളെ? ഹൈ അയോണിക് ചാർജ് ആണ്. ഹൈ എന്താണ്? അയോണിക് ചാർജ്. ഡിബ്ലോക്ക് എലമെന്റ്സിന് എന്തുണ്ട്? ഹൈ അയോണിക് ചാർജ് ഉണ്ട്. മക്കളെ, മൂന്നാമത്തെ പോയിന്റ് എന്താ? ഇവരെ കയ്യിൽ എന്തുണ്ട്? വേക്കൻറ്റ് ഡി ഓർബിറ്റൽ അവൈലബിൾ ആണ്. ഇവരെ കയ്യിൽ എന്തുണ്ട്? വേക്കൻറ്റ് ഡി ഓർബിറ്റൽ അവൈലബിൾ ആണ്. ഇവർക്ക് എന്തുണ്ടടാ? വേക്കൻറ്റ് ഡി ഓർബിറ്റൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് എന്ത് പറയാം? ഇവർക്ക് എന്താ പറയാം? ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കഴിയുന്നുണ്ട്. ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവർക്ക് കാണിക്കാൻ കഴിയുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കോംപ്ലക്സുകൾ ധാരാളമായിട്ട് മേക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്മോൾ സൈസ് ആണ്, ഹൈ അയോണിക് ചാർജ് ആണ്, വേക്കൻറ്റ് ഡി ഓർബിറ്റൽ അവൈലബിൾ ആണ്, ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ ഡിബ്ലോക്ക് എലമെന്റ്സിന് കാണിക്കാൻ കഴിയും. അതുകൊണ്ടാണ്, ഈ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർക്ക് കോംപ്ലക്സുകൾ ധാരാളമായിട്ട് ഫോം ചെയ്യിപ്പിക്കാൻ കഴിയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. റെഡിയാണല്ലോടാ? ഈ 4 പോയിന്റ് മറക്കരുതേ, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ഡിബ്ലോക്ക് എലമെന്റ്സ് യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിൽ ഡിബ്ലോക്ക് എലമെന്റ്സും അതിന്റെ കോമ്പൗണ്ടുകളും ഒക്കെ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്നറിയോ മക്കളെ? ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അതിന് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കഴിയും. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താ? അവർക്ക് കോംപ്ലക്സുകൾ മേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കോംപ്ലക്സുകൾ മേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇവർക്ക് ലാർജ് സർഫസ് ഏരിയ അല്ലേ. അപ്പൊ നല്ല കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ള സർഫസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു റീസൺ ആണ്. പിന്നെ വേണമെങ്കിൽ ആ വേക്കൻറ്റ് ഡി ഓർബിറ്റലിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു വെക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട 3 റീസൺസ് എന്താ? ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കപ്പാസിറ്റിയാണ്, കോംപ്ലക്സുകൾ മേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്, സർഫസ് പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. കൂടെ വേണമെങ്കിൽ ഡി ഓർബിറ്റലിന്റെ അവൈലബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
പറയാൻ പറ്റും. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിൽ എന്തായിട്ട് ആക്ട് ചെയ്യാൻ കഴിയുന്നത്, കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത്. മക്കളെ, ഇതുള്ളത് കൊണ്ടാണ് ഇവരെന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. റെഡിയല്ലേ പറഞ്ഞേ? വളരെ പ്രധാനപ്പെട്ട ഐഡിയ ആണ്. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഇനി മക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ്. എപ്പോഴും എക്സാമിന് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ്, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ്, മാഗ്നറ്റിക് മൊമെന്റ് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. അത് ഞാൻ 5 ക്വസ്റ്റ്യൻ ഇൻക്ലൂഡഡ് അല്ല, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. മക്കളുടെ മനസ്സിലുണ്ടാവേണ്ട ഇക്വേഷൻ എന്താ? സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കാണാൻ √n/n+2 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഓർത്തു വെക്കേണ്ടത്. യൂണിറ്റ് എന്താണ്? ബോർ മാഗ്നറ്റോൺ. യൂണിറ്റ് എന്താ മക്കളെ? ബോർ മാഗ്നറ്റോൺ. ഓക്കെ, ഇതിൽ n എന്ന് പറയുന്ന സംഭവം എന്താ? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. നമ്പർ ഓഫ് എന്താണ്? അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. ഫോർ എക്സാമ്പിൾ മക്കളെ, നിങ്ങളോട് എക്സാമിന് ഇങ്ങനെ ചോദിച്ചു എന്ന് വിചാരിക്കുക, എന്താ കൊബാൾട്ട് 2+ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ നമ്മൾ ചെയ്യുക? കൊബാൾട്ട് ആണ് എന്ന് വിചാരിക്കുക. കൊബാൾട്ട് ആണെങ്കിൽ എങ്ങനെയാ നമ്മൾ ചെയ്യുക? ആർഗണിന്റെ കോൺഫിഗറേഷന് ശേഷം 4s2 3d7. ഇതാണ് ആര് എന്ന് പറയുന്നത്? കൊബാൾട്ട്. ഇവിടെ കൊബാൾട്ട് 2+ അല്ലേ? കൊബാൾട്ട് 2+ എന്ന് പറയുമ്പോൾ ഈ 4s2 എന്നുള്ളത് എന്തായിട്ട് മാറും? 4s0 ആയിട്ട് മാറും. കാര്യം 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക. ഏത് ഷെല്ലുന്ന? വാലൻസ് ഷെല്ലുന്ന. മൂന്നാമത്തെ ഷെല്ലുന്ന അല്ല, അത് പോവാ 4ാമത്തെ ഷെല്ലുന്ന. അപ്പൊ നിങ്ങൾ പറഞ്ഞേടാ, D7 എന്ന് പറഞ്ഞാൽ 1 2 3 4 5 5 ഓർബിറ്റൽ ആണല്ലോ ഉള്ളത്. 1 2 3 4 5 6 7. 2 ഓർബിറ്റൽ പെയ്ഡ് ആണ്, 3 ഓർബിറ്റൽ അൺപെയ്ഡ് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണം 3 ആണ്. സോ എങ്ങനെയാ മക്കളെ മാഗ്നറ്റിക് മൊമെന്റ് കാണുക? സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഇസ് ഈക്വൽ ടു n എത്രയാ? 3 × 3+2. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു √15 ബോർ മാഗ്നറ്റോൺ അല്ലേടാ വരിക? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ക്വസ്റ്റ്യന് എക്സാമിന് ചോദിക്കാറുണ്ട്. നല്ല നീറ്റായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അത് നല്ല നീറ്റായിട്ട് പഠിച്ചു വെക്കണം. ഈ ഇക്വേഷൻ മനസ്സിലുണ്ടാവണം. n എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷനിൽ 3 സ്റ്റെപ്പുകളാണുള്ളത്. നീറ്റായി പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ അറിയോ? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഏത് ഓറിൽ നിന്നാ പ്രിപ്പയർ ചെയ്യുക? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്രോമൈറ്റ് ഓറിൽ നിന്നാണ്. മക്കളെ അറിഞ്ഞിരിക്കണം. ഏതായി ക്രോമൈറ്റ് ഓർ? FeCr2O4. FeCr2O4. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്രോമൈറ്റ് ഓർ എന്ന് പറയുന്നത്. ഏതാടാ? ക്രോമൈറ്റ് ഓർ. ഈ ക്രോമൈറ്റ് ഓറിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് ഓക്സിജന്റെ പ്രസൻസിൽ ചൂടാക്കുക. ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണമെന്ന് നിർബന്ധമില്ല. ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് എഴുതുന്നതെങ്കിൽ 4 FeCr2O4 ആണ് വേണ്ടത്. അതിലേക്ക് നമ്മൾ 8 സോഡിയം കാർബണേറ്റ് Na2CO3 സോഡിയം കാർബണേറ്റ്. എത്ര ഓക്സിജൻ ആടാ? 7 ഓക്സിജൻ. അതായത് ഓക്സിജന്റെ പ്രസൻസിലാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ മക്കളെ നമുക്ക് എന്താ കിട്ടുക? 8 സോഡിയം Na2CrO4. ഇയാളെ പേരെന്താ അറിയോ? സോഡിയം ക്രോമേറ്റ്. എന്താടാ പേര്? സോഡിയം ക്രോമേറ്റ്. ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്താ പറയാ? അയണിന്റെ ഓക്സൈഡും വാട്ടറൊക്കെ ഉണ്ടാകുന്നുണ്ട്. ബൈ പ്രൊഡക്റ്റിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഈ മെയിൻ പ്രോഡക്റ്റ് നിങ്ങൾ മറന്നു പോവാതിരിക്കുക എന്നുള്ളതാണ്. ഒന്ന് പറഞ്ഞേ. ക്രോമൈറ്റോറിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് ഓക്സിജന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം ക്രോമേറ്റ് കിട്ടും. സോഡിയം ക്രോമേറ്റ്. ആ കിട്ടിയ സോഡിയം ക്രോമേറ്റ് 2 എടുക്കാം. 2
Na2CrO4. ആരാത്? സോഡിയം ക്രോമേറ്റ്. അതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക, H2SO4 ആഡ് ചെയ്യുക. ഒരു H2SO4 ആരാ ഉള്ളത്? 2 H+ ആണുള്ളത്. എന്താ ഉള്ളത്? 2 H+. അപ്പൊ ഈ സോഡിയം ക്രോമേറ്റ് എന്തായിട്ട് മാറുന്നറിയോ? സോഡിയം ഡൈക്രോമേറ്റ്. നോക്ക്, ഇവിടെ ഒരു ക്രോമേ ഉള്ളൂ, അതുകൊണ്ടാണ് സോഡിയം ക്രോമേറ്റ് എന്ന് പറയണേ. അത് ഡൈക്രോമേറ്റ് ആവും. എങ്ങനെ വരിക? Na2Cr2O7. ഓക്കെ, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് 2 Na+ വാട്ടർ ഒക്കെ പോകുന്നുണ്ട്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ എഴുതി വെച്ചോ. അത് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാരാള്? ആ ആളെ മറന്നുപോലെ, അത് സോഡിയം ഡൈക്രോമേറ്റ്. അതെങ്ങനെയാ സാർ ഡൈക്രോമേറ്റ് ആയത്? ഇവിടെ ഒരു ക്രോമിയം, സോ ക്രോമേറ്റ്. ഇവിടെ 2 ക്രോമിയം, സോ ഡൈക്രോമേറ്റ്. ഓക്കെ, ഇനി എന്താടാ മക്കളെ അടുത്ത സ്റ്റെപ്പ്? ആ സോഡിയം ഡൈക്രോമേറ്റ് എടുക്കുക, Na2Cr2O7. അതിലേക്ക് 2 പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുക. ഈ 2 സോഡിയം മാറിയിട്ട് ആ 2 പൊട്ടാസ്യം വരും. സോ K2Cr2O7 എന്ന മക്കളെ കിട്ടുക. പ്ലസ് 2 NaCl പുറത്തേക്ക് പോവും. ആരാ മക്കളെ ഇത്? ഇത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. ആരാണ്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. ആരാടത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റാ. മറന്നു കളയരുത്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അപ്പോൾ ക്രോമൈറ്റോറിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ അത് സോഡിയം ക്രോമേറ്റ് ആയിട്ട് മാറും. ആ സോഡിയം ക്രോമേറ്റിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് അസിഡിഫൈ ചെയ്യുമ്പോൾ സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. സോഡിയം ഡൈക്രോമേറ്റിനെ പൊട്ടാസ്യം ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിട്ട് അത് മാറും. അത് പല തവണ മക്കളോട് പറഞ്ഞതാണ്, എഴുതി പഠിക്കണം എന്ന് പറഞ്ഞതാണ്. കാര്യം ഇത് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ 3 സ്റ്റെപ്പ് റിയാക്ഷൻസ് എഴുതൽ നിർബന്ധമാണ്. ഓക്കെ, ബൈ പ്രൊഡക്റ്റ് എഴുതിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, ബാലൻസ്ഡ് അല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ റിയാക്റ്റൻസും മെയിൻ പ്രോഡക്റ്റും നല്ല നീറ്റായിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. എന്നാലേ ആ 3 മാർക്ക് കൃത്യമായി നമുക്ക് കിട്ടുകയുള്ളൂ. റെഡി? ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ മക്കളെ ഒരു തവണ പേപ്പറിലേക്ക് എഴുതുക. കുറച്ചു സമയം, ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ നമുക്കത് പഠിക്കാൻ കഴിയും. നമ്മളത് പഠിക്കുക. കാര്യം മാർക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല, അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താടാ? സില്ലി മാറ്റർ. ലാന്തനോയിഡ്സ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ, അല്ലെങ്കിൽ ലാന്തനോയിഡ്സിന്റെ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക അറിയോ? സ്റ്റഡി ആയിട്ട് അവരുടെ സൈസ്, അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അയോണിക് സൈസ് കുറഞ്ഞു വരുന്നുണ്ട്. ഒന്നുമില്ല, ലാന്തനോയിഡ്സിന്റെ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് അവിടെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതിനെയാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. നോക്കടാ, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഡിക്രീസ് ഇൻ ദ അറ്റോമിക് ആൻഡ് അയോണിക് സൈസ്. അതായത് സ്റ്റഡി ആയിട്ട് അറ്റോമിക് ആൻഡ് അയോണിക് സൈസ് കുറഞ്ഞു വരികയാണ്. ആരുടേത്? ഓഫ് ലാന്തനോയിഡ് എലമെന്റ്സ്. ലാന്തനോയിഡ് എലമെന്റ്സിന്റെ അറ്റോമിക് ആൻഡ് അയോണിക് സൈസ് റെഗുലർ ആയിട്ട് സ്റ്റഡി ആയിട്ട് കുറഞ്ഞു വരികയാണ്. എപ്പോ? ആസ് ദർ അറ്റോമിക് നമ്പർ ഇൻക്രീസസ്. അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ചാണ് ഈ എന്ത് സംഭവിക്കുന്നത്? അറ്റോമിക് ആൻഡ് അയോണിക് സൈസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. മക്കളെ, ലാന്തനോയിഡ് കോൺട്രാക്ഷന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താ? പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് എഫ് ഓർബിറ്റൽ ആണ്. പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് എഫ് ഓർബിറ്റൽ. എഫ് ഓർബിറ്റലിന്റെ ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് എന്താ? വളരെ കുറവാ. അതുകൊണ്ടാണ് ഇതിന്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം മക്കൾ നോട്ട് ചെയ്തേ പറ്റൂ. കാര്യം ലാന്തനോയിഡ് കോൺട്രാക്ഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത പോയിന്റ്, ലാന്തനോയിഡ് കോൺട്രാക്ഷന്റെ കോൺസിക്വൻസ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ കോൺസിക്വൻസ് എന്താണെന്നറിയോ മക്കളെ നിങ്ങൾക്ക്? ഒന്നാമത്തെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ കോൺസിക്വൻസ് ആണ്. എന്താ അറിയോ? അതായത് 4D സീരീസിൻ്റെയും 5D സീരീസിൻ്റെയും അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് ഓൾമോസ്റ്റ് സെയിം ആണ്. എന്താണ്? 4D സീരീസിൻ്റെയും 5D സീരീസിൻ്റെയും അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് ഓൾമോസ്റ്റ് സെയിം ആവാനുള്ള കാരണം എന്താ? ഇറ്റ് ഈസ് ഡ്യൂ ടു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു എന്താണ്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. മറന്നു പോകണ്ട. ഇനി മറ്റൊരു രൂപത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
എങ്ങനെയെന്നറിയോ? സിർക്കോണിയത്തിൻ്റെയും ഹഫ്നിയത്തിൻ്റെയും അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് ഓൾമോസ്റ്റ് സെയിം ആണ്. എന്തുകൊണ്ട്? റീസൺ സിമ്പിളാണ്. സിർക്കോണിയം ഉള്ളത് 4D സീരീസിലാണ്, ഹഫ്നിയം ഉള്ളത് 5D സീരീസിലാണ്. അതുകൊണ്ട് അവരുടെ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് സെയിമാ. അതുകൊണ്ട് അവർ സെയിം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസാണ് കാണിക്കാറുള്ളത്. മക്കളെ മറന്നു പോകരുത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തെ ഒരു കോൺസിക്വൻസ് ഉണ്ട്. എന്താ അറിയോ മക്കളെ? നോക്കൂ, ഈ ലാന്തനോയിഡ്സിന്റെ സെപ്പറേഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. കാര്യം എന്താ അറിയോ? ലാന്തനോയിഡ്സിന് ഓൾമോസ്റ്റ് സെയിം സൈസാണ് ഉള്ളത്. എക്സാക്ട്ലി സെയിം അല്ല കേട്ടോ, ഓൾമോസ്റ്റ് സെയിം സൈസാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇവർ ഓൾമോസ്റ്റ് സെയിം പ്രോപ്പർട്ടീസാണ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് സെയിം പ്രോപ്പർട്ടീസാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇവരൊരു മിക്സ്ചറായിട്ടാണ് കാണപ്പെടുക. അതായത് ഏകദേശം ഒരേ സൈസുള്ള ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആളുകൾ കൂട്ടമായിട്ട് നിന്നാൽ എന്താ മക്കളെ സംഭവിക്കുക? അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, ഞാനിങ്ങ് മുകളിലേക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. It is very difficult to separate an individual lanthanoid from the mixture. അതായത് മക്കളെ, ആ മിക്സറിൽ നിന്ന് ഒരു മിക്സറായിട്ട് കൂട്ടമായിട്ടല്ലേ നിൽക്കുക, ആ കൂട്ടത്തിൽ നിന്ന് ഒരു ലാന്തനോയിഡിനെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാ. എന്തുകൊണ്ടാ? ഒരേ സ്വഭാവമുള്ള ഒരേ സൈസുള്ള ആൾ കൂട്ടമായി നിൽക്കുമ്പോൾ ഒരാളെ സെപ്പറേറ്റ് ചെയ്യൽ എന്താ അവിടെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ജോലിയാണ് എന്നുള്ള കാര്യം അത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 2 കോൺസിക്വൻസ് പഠിച്ചാൽ മതി. ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. എന്താ അറിയോ? ലാന്തനോയിഡ്സ് നിന്ന് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ആരാ ലാന്തനോയിഡ്? സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള ആളുകളാ. അവരുടെ ഹൈഡ്രോക്സൈഡുകൾ എടുക്കുക. ഹൈഡ്രോക്സൈഡ് എടുത്തു, ലുട്ടീഷ്യത്തിന്റെ ഹൈഡ്രോക്സൈഡ് എടുക്കുക, OH ത്രൈസ് എടുത്താൽ മതി. ഓക്കെ, ലെഫ്റ്റ് ലാന്തനോയിഡ്സ് നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ലാന്തനോയിഡ്സിന്റെ എന്താ പറയാ, ലാന്തനോയിഡ്സിന്റെ ഹൈഡ്രോക്സൈഡുകളുടെ ബേസിക് സ്ട്രെങ്ത് കുറഞ്ഞു വരിക ചെയ്യുക. അത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് പറയാറുള്ളത്. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ലാന്തനോയിഡ്സ് നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? അവരുടെ ഹൈഡ്രോക്സൈഡുകളുടെ ബേസിക് സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ് ചെയ്യുക. when we move from left to right across lanthanoids, the basic strength of their hydroxides will decrease. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ലാന്തനോയിഡ്സിൽ ഏറ്റവും കൂടുതൽ ബേസിക് സ്ട്രെങ്ത് ആരുടെ ഹൈഡ്രോക്സൈഡിനാണ് ഉണ്ടാവുക? സീറിയത്തിന്റെ ഹൈഡ്രോക്സൈഡിന്. ഏറ്റവും കുറവ് ബേസിക് സ്ട്രെങ്ത് ആരുടെ ഹൈഡ്രോക്സൈഡിനാണ് ഉണ്ടാവുക? ലുട്ടീഷ്യത്തിന്റെ ഹൈഡ്രോക്സൈഡിന്. കാര്യം എന്താ? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഹൈഡ്രോക്സൈഡുകളുടെ ബേസിക് സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ് ചെയ്യുക. റെഡിയാണോടാ മക്കളെ? യെസ്. അപ്പൊ എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്നറിയണം, അതിന്റെ റീസൺ അറിയണം, അതിന്റെ ഈ കോൺസിക്വൻസും മക്കൾക്ക് അറിയാമെങ്കിൽ എന്താ പറയാ, ഈ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. റെഡിയാണോടാ? അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ എന്താടാ പറഞ്ഞേ? ഇവര് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള റീസൺ പറഞ്ഞു. കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. അതേപോലെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. മാഗ്നറ്റിക് മൊമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ ലാന്തനോയിഡ് കോൺട്രാക്ഷനും അതിന്റെ റീസണും അതിന്റെ കോൺസിക്വൻസും നമ്മൾ നന്നായി പഠിച്ചു എന്നുള്ളതാണ്. റെഡിയല്ലേടാ പറഞ്ഞേ? യെസ്. ഇത് നന്നായി പഠിക്കുക. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്നത്തെ ലൈവില് നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നാളത്തെ എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.